നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. KW ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഏറ്റവും നല്ല വേക്കൻസീസോട് കൂടിയായിരിക്കും ഇത്തവണയും വരാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് അറിയാവുന്ന ടോപ്പിക്കാണ്. അഗെയിൻ 10 മാർക്ക് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ തസ്തികയുമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമന്റ്സുകളിൽ ഒന്ന് എന്ന് പറയുന്നത്, ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കമന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അതായത് ഈ ഒരു എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതേപോലെ തന്നെ ഈ എക്സാമിന്റെ സിലബസ് എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ചില കമന്റ്സുകൾ. അതേപോലെ സാലറിയുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആ ഒരു സാലറിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു ഫാക്ച്വൽ എറർ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ വീഡിയോയുടെ താഴെ തന്നെ എൻട്രിയുടെ തന്നെ മറ്റൊരു യൂസർ വന്നിട്ട്, അതായത് എൻട്രിയിൽ ഓൾറെഡി KW ഓപ്പറേറ്ററിന്റെ കോഴ്സ് മുമ്പ് പർച്ചേസ് ചെയ്ത് എൻട്രിയിൽ ഇവിടെ പഠിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിനെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാലറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിൽ ഒരു ഫാക്ച്വൽ എറർ ഉണ്ട് എന്നുള്ളത്. അതായത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 20,100 ആയിരുന്നു ബേസിക് പേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ 27,100 ബേസിക് പേ എന്നും അതേപോലെ തന്നെ ഇൻഹാൻഡ് സാലറി ഒരു 28,000 അടുപ്പിച്ച് വരുന്നുണ്ട് എന്നുള്ളതുമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോയുടെ താഴെ തന്നെ കമന്റ് വന്നത്. അപ്പൊ ഞാൻ ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് ഇതിന് ശേഷമാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവരും അതേ ഒരു രീതിയിലാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാലറിയാണ്. അപ്പൊ അതിലൊരു ഫാക്ച്വൽ എറർ ഉണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോയുടെ താഴെ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. അതൊക്കെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വീഡിയോസുകൾ ചെയ്യാറുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ സംശയങ്ങളിൽ ഒന്ന് ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അതായത് ഈ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ സംശയം അവിടെ കിടക്കുന്നുണ്ട്. ബിടെക്കുകാർക്കും ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. IT-യുടെ കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല അല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ എക്സാമിന് എന്തെല്ലാം കാര്യങ്ങളാണ്, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ്, സിലബസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യവും, അതേപോലെ ഈ പറഞ്ഞ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയൽ സ്ട്രാറ്റജിയുമായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് ഇതേപോലുള്ള എക്സാംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഇത്തരം എക്സാംസിന്റെ ഇൻഫർമേഷൻസിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് എപ്പോഴും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. സോ നമ്മൾ നേരെ നോക്കാൻ പോകുന്നത് ഈ KW ഓപ്പറേറ്റർ തസ്തികയിലേക്ക് വരുന്ന എക്സാമിന്റെ സിലബസ് എന്താണെന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾക്കും മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സിലബസിലും ആ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ഇലക്ട്രിക്കൽ പോർഷൻസും ഉണ്ട്, അതേപോലെ തന്നെ മെക്കാനിക്കൽ പോർഷൻസും ഉണ്ട്. സോ നമ്മൾ ഇലക്ട്രിക്കൽ പോർഷൻസിലേക്ക് വരികയാണെങ്കിൽ, ഇലക്ട്രിക്കൽ പോർഷൻസിൽ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്, ഈ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളായിരിക്കും ഉള്ളത്. ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ടോപ്പിക്കുകളാണ് ഇവിടെ ഉള്ളത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. എഗെയിൻ 5 മാർക്കിന്റെ മറ്റൊരു മൊഡ്യൂളാണ്. ആൻഡ് ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം ആണ്. അവിടെയും 5 മാർക്കാണ്. ദെൻ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് 5 മാർക്ക്. ഈ മൊഡ്യൂൾസുകളൊക്കെ നോക്കുമ്പോഴേ ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള മൊഡ്യൂൾസ് ആയിരിക്കും. കാരണം നിങ്ങൾ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന ഏരിയ തന്നെയാണ്. ഇനി ഈവൻ മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകളാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കുകളൊന്നുമല്ല. ഇത് ഒരുപാട് സ്ഥലത്ത് പ്ലസ് ടുവിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് ഇതിൽ കൂടുതലുള്ളത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അറിയുന്ന ടോപ്പിക്കുകൾ തന്നെയായിരിക്കും മറ്റു ബ്രാഞ്ചസിലുള്ള ആളുകൾക്കും. ഓക്കെ, സോ നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക്, 5ാമത്തെ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ബാറ്ററീസ് ആൻഡ് സോളാർ സെല്ലാണ്. എഗെയിൻ 5 മാർക്കിന്റെ ഒരു മൊഡ്യൂളാണ്. വയറിംഗ് ആക്സസറീസ് 5 മാർക്കിന്റെ മൊഡ്യൂൾ 6ാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നുണ്ട്. DC മെഷീന് 7ാമത്തെ മൊഡ്യൂള്, AC മെഷീൻ 8ാമത്തെ മൊഡ്യൂളാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് 9ാമത്തെ മൊഡ്യൂൾ. അതേപോലെ തന്നെ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ ഈ 10 മൊഡ്യൂൾസുകൾ ഇലക്ട്രിക്കലിന് വരുന്നതാണ്. സോ ആസ് എ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ നിന്ന് 50 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് അതായത് മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് ഇത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാര്യം നമ്മൾ ഇപ്പോൾ നിങ്ങൾ എൻട്രിയുടെ തന്നെ KW ഓപ്പറേറ്റർ കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസ് ലെവലിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഈ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. അതായത് ITI ലെവൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ ആയതുകൊണ്ട് നമ്മൾ അത്രയും ബേസിക് ലെവലിൽ നിന്ന് ഏറ്റവും ഫണ്ടമെന്റൽ തൊട്ട് തന്നെ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു
എന്താ പറയുക ടോപ്പിക്കിനെ ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടോപ്പിക്കിന്റെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മെക്കാനിക്കൽ പോർഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യുവർ മെക്കാനിക്കൽ എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ ആദ്യത്തേത് പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്സ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂള്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ പമ്പ് ഓപ്പറേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പമ്പ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഫാസ്റ്റനേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് പക്ക എന്താണ് നമ്മൾ ഈ ഒരു എന്താ പറയാ നമ്മുടെ ജോബിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് IC എഞ്ചിൻസ് ആണ്. തീർച്ചയായിട്ടും ഇവിടെ മെക്കാനിക്കലുകാർക്ക് നന്നായിട്ട് അറിയുന്ന ടോപ്പിക് ആയിരിക്കും അല്ലെ. മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇലക്ട്രിക്കൽ കഴിഞ്ഞ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ബേസിക്സ് ഒക്കെ അറിയാൻ മതിയാവും. കാര്യം നമ്മൾ ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞൊരു മൊഡ്യൂൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് അറിയാവുന്ന ടോപ്പിക്കാണ്. അഗെയിൻ 10 മാർക്ക് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. ഈ 10 മാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല കേട്ടോ. ഈ 10 മാർക്കിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പഠിച്ചെടുക്കേണ്ട ടോപ്പിക്കാണ്. മെക്കാനിക്കലുകാർക്കും ഇത് വലിയ ധാരണ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ IC എഞ്ചിൻ എന്ന് പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂള് മെക്കാനിക്കലിന്റെ ഒരു കോർ ടോപ്പിക് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് മെക്കാനിക്കലുകാർക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അഗെയിൻ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കലുകാർക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അതായത് ഈ എക്സാമിൽ നമ്മൾ ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്ന എക്സാംസിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. കാര്യം അവർക്ക് ഓൾറെഡി 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ 10 മൊഡ്യൂളുകൾ പറഞ്ഞു. അത് കൂടാണ്ട് ഈ 10 മാർക്കിന്റെ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന മൊഡ്യൂളും ഓൾറെഡി എന്താണ് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. പക്ഷെ ഇതൊക്കെ ഓവർകം ചെയ്തെടുക്കാൻ എന്താവണം, മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകളും തയ്യാറാവണം എന്നുള്ളതാണ്. അതിന് ആ രീതിയിൽ കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളാണ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. അഗെയിൻ എന്താ പറയാ മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്കാണ് ഇതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, പെർഫോം ചെയ്യാൻ പറ്റുക. ദെൻ ഫ്ലൂയിഡ് വാൽവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ ഉണ്ട്, 5ാമത്തെ മൊഡ്യൂൾ. അതും 10 മാർക്കിന്റെ മൊഡ്യൂളുകളാണ്. അങ്ങനെ മെക്കാനിക്കലിനെ സംബന്ധിച്ചിടത്തോളം 5 മൊഡ്യൂളാണ്. പക്ഷെ അതിൽ ആ 5 എണ്ണത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എന്താണ്, അതിൽ ഒരു മൊഡ്യൂള് പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്സ് എന്ന് പറയുന്നത് അത് പക്ക എന്താണ് ഒരു പുതിയ ടോപ്പിക്കായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയാണ് 100 മാർക്കിന്റെ എക്സാംസ് വരുന്നത്. സോ ഇതാണ് ഈ എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. അതായത് ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസിലേക്ക് നമ്മൾ പോയിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം സിലബസ് ഡിസ്കഷനൊക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇന്നാപ്പിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഡിസ്കഷനിലേക്കൊക്കെ പോയി. ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ KWA ഓപ്പറേറ്റർ എന്ന് പറയുന്ന എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഞാൻ ഈ ഒരു സെഷനിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഐഡിയൽ സ്ട്രാറ്റജി കൂടി ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ യാതൊരു കൺഫ്യൂഷനും പ്രസക്തിയില്ല. നിങ്ങൾ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. KWA ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഏറ്റവും നല്ല വേക്കൻസീസോട് കൂടിയായിരിക്കും ഇത്തവണയും വരാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കമ്പാരിറ്റീവ്ലി അതിന്റെ മുന്നത്തെ പ്രാവശ്യത്തെ ഇതിനെ നോക്കുമ്പോൾ വേക്കൻസീസ് അത്രത്തോളം എത്തിയിട്ടില്ലെങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ ഇതിൽ കൂടുതൽ വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഒരുപാട് എന്താ പറയുക ജോയിൻ ചെയ്തിട്ട് ശേഷം മറ്റു പോസ്റ്റിലേക്ക് മാറിയ ആളുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. സോ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ, ITI നിങ്ങൾ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ സ്കീമിൽ കഴിഞ്ഞ ആളുകളാണെങ്കിൽ, ഇലക്ട്രിക്കൽ സ്കീമിൽ കഴിഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സംശയത്തിന് പ്രസക്തിയില്ല. പിന്നെ ഡൗട്ട് വരാൻ പോകുന്നത് BTech അതേപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിൽ സംശയങ്ങൾക്ക് സാധ്യതയുള്ളത്. ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന പരിമിതമായിട്ടുള്ള അറിവിൽ നിന്ന് പറയാണ്. ഇതൊരു ആധികാരികമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഞാൻ ഈ പറയുന്നത് തീർച്ചയായിട്ടും ലോജിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ലോജിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് BTech ഓർ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് ഇതിന് എലിജിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ 1 വേർഡ് ആൻസർ ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് ടൈമിൽ BTech കഴിഞ്ഞ ആളുകളും ഡിപ്ലോമ കഴിഞ്ഞ ആളുകളും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ആ സമയത്ത് ഒരു കേസ് പോയിട്ടുണ്ടായിരുന്നു, ITIക്കാർ കേസിന് പോയിട്ടുണ്ടായിരുന്നു. അതായത്
ബിടെക്കും ഡിപ്ലോമയും ഓവർ ക്വാളിഫിക്കേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കേസിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കേസിൽ വിധി വന്നിട്ടുണ്ടായിരുന്നത് ബിടെക്കാർക്കും ഡിപ്ലോമക്കാർക്കും അവർ ഓൾറെഡി നോട്ടിഫിക്കേഷൻ സമയത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് പോസ്റ്റിംഗ് കൊടുക്കണമെന്ന് തന്നെയാണ്. അതായത് ബിടെക് കഴിഞ്ഞ ആളുകൾക്കും ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പറേറ്റർ ആയിട്ട് ജോലി ലഭിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇനി അങ്ങോട്ട് എല്ലാ കാലത്തും ഇതേപോലെ ബിടെക്കും ഡിപ്ലോമയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം എന്നല്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞത് ITI ബിടെക് ഡിപ്ലോമ എന്തല്ല ഓവർ ക്വാളിഫിക്കേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള എന്ത് ചെയ്തിട്ടില്ല, ഒരു ഫൈനൽ റൂളിംഗ് എവിടെയും വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ ബിടെക് ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾ ഇപ്പം നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ളൊരു ആൻസർ കൂടി ഞാൻ പറയുകയാണ്. അതായത് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു പ്ലാൻ ബി കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. അതായത് നിങ്ങൾ ഒരിക്കലും ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടൈം കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ പറയില്ല, സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതായത് ഞാൻ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഒരുപാട് ടെക്നിക്കൽ എക്സാംസുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ട് പഠിക്കരുത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു എക്സാമിൽ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എന്തായി പോകും, നമ്മൾ ഫെയിൽ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ഇലക്ട്രിക്കലിൻ്റെ ഒരു എക്സാം നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ 2020 നോട്ടിഫിക്കേഷൻ വന്ന ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്നുള്ള ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമല്ല പഠിക്കേണ്ടത്, വരാനിരിക്കുന്ന എല്ലാ ഇലക്ട്രിക്കൽ എക്സാംസുകളും ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ പഠിക്കണം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അതേ എക്സാംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ടർ എക്സാമിൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ആ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. കാര്യം അത് ചെറിയൊരു റാങ്ക് ലിസ്റ്റാണ് അത്തവണ വന്നിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം വന്ന ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ ആയിക്കോട്ടെ, AE ആയിക്കോട്ടെ, ലെക്ചർ ഇൻ പോളിടെക്നിക് ആയിക്കോട്ടെ, അത്തരം എക്സാംസുകളിലെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അതേസമയം ഒരാൾ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നു എന്ന് വിചാരിക്കാം, ഇൻസ്പെക്ടറിൽ അല്ലെങ്കിൽ A ലെവലിൽ മാത്രം, ഡിപ്ലോമ ലെവലൊന്നും നോക്കുന്നില്ല എന്ന് വിചാരിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞു പോകാനാണ് സാധ്യത. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബിടെക്കും ഡിപ്ലോമയും ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഒരുപാട് എക്സാംസുകൾ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മുന്നിൽ ഓൾറെഡി എന്ത് അവസരമുണ്ട്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ട്. RRB JEയുടെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഉടനെ വരാൻ പോവുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റനേകം എക്സാംസുകളും അതിന്റെ നോട്ടിഫിക്കേഷൻ, KSEB സബ് എഞ്ചിനീയർ ഒരുപക്ഷെ 2026 അതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതും വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, KSEB സബ് എഞ്ചിനീയർ എപ്പോഴാണ് വിളിക്കുക എന്നുള്ളത്. അപ്പോൾ അതും 2026 വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി മെക്കാനിക്കൽ കഴിഞ്ഞ ആളാണെന്ന് വിചാരിക്കുക, നിങ്ങൾ ബിടെക് മെക്കാനിക്കൽ ആണെങ്കിൽ, ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞ ആളാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. അതിന്റെ പുതിയൊരു എക്സാം വരാനുള്ള സാധ്യത നിലവിലുണ്ട്. അതായത് ഒരു 2 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ എക്സാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. PSC വളരെ വേഗത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഇത്തരം എക്സാംസുകൾക്ക് പ്രിപ്പറേഷന്റെ കൂടെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, KAA ഓപ്പറേറ്റർ കൂടി അഡീഷണലി പഠിക്കാം എന്നുള്ളത് തന്നെയാണ് എനിക്കുള്ള സജഷന്. അതായത് നിങ്ങൾ ഒരു ദിവസം ഒരുപാട് സമയം അതിനു വേണ്ടി മാറ്റിവെക്കേണ്ട. നിങ്ങൾക്കൊരു പക്ഷേ പ്രിപ്പറേഷനിൽ ഒരു ദിവസം ഒരു 5 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കേവലം ഒരു 1 അവർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുക. അതായത് ഈ KAA ഓപ്പറേറ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. തീർച്ചയായിട്ടും ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെക്കാൾ ഒരു അപ്പർ എഡ്ജ് ബിടെക് ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് ഉണ്ടാവും. കാര്യം കുറച്ചുകൂടി പ്രോബ്ലം സോൾവിങ് സ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഏറ്റവും കൂടുതൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക ബിടെക് ഡിപ്ലോമ കഴിഞ്ഞ ആളുകളാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് മിസ് ചെയ്യരുത്. ഇനി മാത്രമല്ല, ഇപ്പോൾ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇതിലെ ഭൂരിഭാഗം സിലബസുകളും, അതായത് ഇലക്ട്രിക്കലിന്റെ കംപ്ലീറ്റ് സിലബസ് നോക്കുകയാണെങ്കിൽ അത് ഇലക്ട്രീഷ്യൻ എക്സാംസുകൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സിലബസ് ആണ് അല്ലേ. ഇലക്ട്രീഷ്യൻ എക്സാംസ് നിങ്ങൾക്ക് അറിയാം, എല്ലാ നോട്ടിഫിക്കേഷനിലും 1-2 ഇലക്ട്രീഷ്യൻ എക്സാംസുകൾ വരാറുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ, PSCയുടെ ആപ്ലിക്കേഷൻ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ പല സ്ഥലത്തും നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടാവും, ഇലക്ട്രീഷ്യൻ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. സോ ആ ഇലക്ട്രീഷ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ. എന്നിട്ട് മെക്കാനിക്കലിന്റെ ടോപ്പിക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ഇലക്ട്രിക്കലിന്റെ ടോപ്പിക്കുകൾ പഠിച്ചു തുടങ്ങാനൊന്നുമില്ല, ഓൾറെഡി നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് എന്ത് ചെയ്താൽ മതി, ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സൽ ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ ടോപ്പിക് ഇപ്പൊ പഠിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ നിങ്ങളുടെ എക്സാം വന്നതിന് ശേഷം മാത്രം, അതായത്
KW ഓപ്പറേറ്ററിന്റെ സിലബസ് അല്ലെങ്കിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു തുടങ്ങാൽ മതി. അപ്പോൾ ഈ ഒരു എന്താ പറയുക ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ എന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരു ആൻസർ ഒരിക്കലും ഇതിനിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. അതായത് KW ഓപ്പറേറ്റർ എക്സാമിൽ ഡിപ്ലോമ ഓർ BTech എലിജിബിൾ ആണോ യെസ് ഓർ നോ എന്ന് പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഒരു ആൻസർ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് ലോജിക്കലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയൽ സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മറ്റനേകം എക്സാംസുകൾക്ക് പഠിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിനെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ദർ ഈസ് ഓൾവേസ് എ പ്ലാൻ ബി എന്നുള്ളത് തന്നെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഞാൻ ആ പറഞ്ഞതിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ്സുകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. തീർച്ചയായിട്ടും അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടായിരിക്കും നമ്മൾ പുതിയ വീഡിയോസുകൾ ചെയ്യുന്നുണ്ടാവുക. അതിൽ വീഡിയോയുടെ താഴെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു KW ഓപ്പറേറ്ററിനെ കുറിച്ച് ഇയാൾക്കൊന്നും അറിയില്ല എന്ന്. പക്ഷേ നമുക്ക് ഒരു പക്ഷേ അറിയാത്ത പോസ്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല പോസ്റ്റുകളായിക്കോട്ടെ, ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതേപോലെ എന്താ പറയുക VSSC ടെക്നീഷ്യൻ ആയിക്കോട്ടെ, അങ്ങനെ പല പല പോസ്റ്റുകൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. സോ എൻട്രി ആപ്പിലൂടെ, എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലൂടെ ഇത്തരം വീഡിയോസുകൾ നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതിൽ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ താഴെ സൂചിപ്പിക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ തന്നെ അതെല്ലാം റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങളാണ് ഞങ്ങൾ എൻട്രി ആപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊരു കണ്ടന്റും നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നിങ്ങൾ ഈ പറഞ്ഞ KW ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മികച്ച അധ്യാപകരുടെ അടുത്ത് നിന്ന് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാംസിൽ KW ഓപ്പറേറ്റർ ആയിട്ട് ഒരുപാട് പേർക്ക് ജോലിയിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻട്രി പ്ലാറ്റ്ഫോമിലൂടെ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം കരസ്ഥമാക്കുക. നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.